ഹായ് ഗൈസ്, ഇന്ന് ഇവനെ വെച്ചിട്ടാണ് കേട്ടോ നമ്മളെ യുദ്ധം. അപ്പൊ ഇത് വെച്ചിട്ട് ഇന്നൊരു അടിപൊളി ഐറ്റാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഷെറീസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ ഇന്ന് ഞാൻ ഒരു ചിക്കൻ ഷവായാണ് ഉണ്ടാക്കാൻ പോണ കേട്ടാ. അപ്പൊ ഷവായൊക്കെ നമ്മളെ എല്ലാവരും റെസ്റ്റോറൻറ്റിൽ പോയിട്ടൊക്കെ അല്ലേ കഴിക്കുക. അപ്പൊ നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കി നോക്കിയാലോ. ഒരുവിധം എല്ലാവർക്കും അറിയുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇടുന്നത് കേട്ടാ. പിന്നെ നമ്മള് എന്ന് മോൻ പറഞ്ഞു ഷവായ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല, കുട്ടികളെ ആഗ്രഹമല്ലേ, അവർക്ക് ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചു. പിന്നെ എല്ലാവർക്കും വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടാച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്തിക്കോളൂ കേട്ടാ. അപ്പൊ നമുക്ക് വീണ്ടും പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് കാണാലോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പൊ നമ്മളെ ഉള്ളിയൊക്കെ ഇതാ തൊലി കളഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്ക് ഇതൊക്കെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കണല്ലേ ബാക്കി ഐറ്റംസ് ഒക്കെ കൂട്ടിയിട്ട്. അപ്പോൾ ഇതേ നമ്മളെ ഷവായുടെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാമല്ലേ. അപ്പോൾ ഇതാ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചെറുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ എല്ലാ മസാലക്കൂട്ടുകളും കൂടിയിട്ടൊന്ന് ജാറിലിട്ട് അടിച്ചെടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇഞ്ചിയുടെ കഷ്ണം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, എന്നാലല്ലേ നമുക്ക് നന്നായി അടിഞ്ഞ് കിട്ടുള്ളൂ. പിന്നെ ഇഞ്ചി ഇതാ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ല ഒന്നാകെ ഇട്ട് കൊടുത്തന്നെ ചിലപ്പോൾ അടിച്ച് കിട്ടില്ല, അതുകൊണ്ടാണ്. പിന്നെ എല്ലാവരും വീഡിയോസൊക്കെ ഫുള്ളായി ഒന്ന് കണ്ടോളൂ കേട്ടോ, ആരും സ്കിപ്പ് ചെയ്ത് കാണരുത് കേട്ടോ. പിന്നെ അതാ ഞാൻ വറ്റൽമുളക് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ഒരു 2-3 മണിക്കൂർ കുതിർത്താൻ വേണ്ടി ഇട്ട് വെച്ചിരുന്നു കേട്ടോ. മുളക് പൊടിയല്ല നമ്മൾ ഇതിലിട്ട് കൊടുക്കണം കേട്ടോ, വറ്റൽമുളക് അടിച്ചെടുക്കുകയാണ് ചെയ്യണത്. കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്തോളൂ, അപ്പോൾ നല്ലൊരു കളർ കിട്ടും കേട്ടോ. നമ്മളതിൽ സ്റ്റോക്ക് ഇല്ലാത്ത കാരണം ഞാൻ സാധാ മുളകാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ആരെങ്കിലുമൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുക വെച്ചാൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. ഇനി ബാക്കി എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് നോക്കാമല്ലേ. അപ്പോൾ വറ്റൽമുളകൊക്കെ പൊട്ടിച്ചിട്ട് കൊടുത്തു കേട്ടോ. ഇനി കുറച്ചും കൂടി ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കാണ്ട് നമ്മളെ മസാലയ്ക്ക്, എന്നാലാണ് അടിപൊളിയാവുള്ളൂ. ഇപ്പോൾ ഞാൻ ഒരു ചെറിയൊരു തക്കാളി കഷ്ണമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പുളിപ്പ് രസവും പിന്നെ ഒരു ടൊമാറ്റോ സോസൊക്കെ ഒഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റും കിട്ടും തക്കാളി ഇട്ട് കൊടുത്താൽ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബാക്കി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം നമുക്ക്. കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഇതേ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. മഞ്ഞൾപ്പൊടിയൊക്കെ ഒരു ഏകദേശം 1 സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഒരു ചിക്കനല്ല എടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പുളിപ്പിന് വേണ്ടി കുറച്ച് സുറുക്കി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് പൊടികളുണ്ട് കേട്ടോ, അതൊക്കെ ചേർത്ത് കൊടുക്കണേ. ഇപ്പം അതാ ഞാൻ ഇത്തിരി ഒരു 1/2 സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലയുടെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇട്ടിട്ട് ഞാനൊന്ന് അടിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ അതൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഓരോ വര ഇട്ട് കൊടുക്കണ്ടേ, വര ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഫോർക്ക് കൊണ്ട് കുത്തി കൊടുക്കുക, എന്തെങ്കിലും ചെയ്താൽ പറ്റാം. ഞാൻ ഇപ്പോൾ വരയാണ് ഇട്ട് കൊടുക്കാൻ പോണത്, എന്നാലല്ല അതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല നന്നായി പിടിച്ച് കിട്ടുള്ളൂ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തും നന്നായി ഒന്ന് വരട്ടിട്ട് സെറ്റാക്കി എടുക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ മോന് കുറേ ദിവസമായി പറയലോടെ എത്തിയിട്ടാ, അവന് ഷവായി കഴിക്കണം, മസാല ഷവായി കഴിക്കണം എന്ന്. അപ്പോൾ അവൻ പറയും, ഓരോ വീഡിയോസ് കാണുമ്പോൾ അവൻ പറയും ഉമ്മച്ചിക്ക് വീട്ടിലുണ്ടാക്കി കൂടെ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഞാനും വിചാരിച്ചു ഒന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാൻ കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കണത്. അപ്പോൾ ഉണ്ടാക്കി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് മുഴുവനായിട്ടൊന്നും ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് കഴിക്കില്ല, ബാക്കി പിറ്റേ ദിവസം കഴിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ. എല്ലാ ഭാഗത്തൊന്നും ഇപ്പോൾ നന്നായി പിടിപ്പിച്ച് കൊടുക്കണം, മസാല ഒക്കെ ഒന്ന് ഉള്ളിലേക്ക് ഇറങ്ങിക്കോട്ടെ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ലോണം തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ഇതൊന്ന് കുക്കറിലിട്ടിട്ട് ഒരു വിസിലടിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ചട്ടിയിൽ വെച്ചിട്ട് മുരിച്ചെടുക്കുള്ളൂ. അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ. കുക്കറിൽ വെച്ചൊരു വിസിലടിപ്പിച്ചാൽ ചിക്കൻ ഒരു പ്രത്യേക സോഫ്റ്റ്നെസ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഉള്ളിലൊക്കെ നല്ല മസാല തേച്ച് പിടിപ്പിക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ലിവറും പിന്നെ വേറൊരു ഇതുമില്ലേ, അതും കൂടി അതിൻ്റെ ഉള്ളിൽ വെച്ച് സെറ്റാക്കി കൊടുക്കാം കേട്ടോ. അതിപ്പോൾ നമുക്ക് വേസ്റ്റ് ആക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ അതതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ലാസ്റ്റ്. അപ്പോൾ എല്ലാ ഭാഗത്തും മസാല ഏകദേശമൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയാലേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ. ഇപ്പോൾ ഞാൻ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ ആ ചിക്കൻ അതിലേക്ക് വെക്കാൻ പോവാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു വിസിലടിക്കണ വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ തന്നെ നമ്മുടെ ചിക്കനൊക്കെ നല്ല സോഫ്റ്റായി മസാല ഒക്കെ ഇറങ്ങി വന്നിട്ടുണ്ടാവും.
എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അതിന് ശേഷം നോക്കാം. അപ്പോൾ ഇതാ ആ പാർട്സൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചെടുത്തു കേട്ടോ. പിന്നെ ബാക്കി മസാല ഒക്കെ ഉണ്ടല്ലോ ചട്ടിയിൽ, അതും കൂടി ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ്. കൈയൊക്കെ പൊള്ളാതെ എല്ലാവരും സൂക്ഷിക്കണം കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. ഇനിയിപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു ഫിസിലടിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതാ അതൊക്കെ സെറ്റായിട്ടാണ്, ഫിസിലൊക്കെ അടിച്ച് ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ചിക്കൻ്റെ രൂപമൊക്കെ മാറി. അപ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണ്ടേ. തിരിച്ചിട്ട് നോക്കുമ്പോൾ എന്താ അവസ്ഥ നോക്കുമ്പോൾ കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ആ ഭാഗം നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ടെൻഷനല്ലേ കരിയോ എന്നുള്ളത്. അപ്പോൾ ഇതാ കടായി വെച്ചിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ അതിലിട്ടിട്ടൊന്ന് മൊരിച്ചെടുക്കണം. അപ്പോൾ മറ്റേത് കുക്കറിൽ കിടന്നിട്ട് മൊരിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ എല്ലാ ഭാഗവും നമുക്കൊന്ന് മൊരിച്ചെടുക്കണ്ടേ. നമുക്ക് കുക്കറിൽ നിന്ന് എടുത്തിടാനൊക്കെ ഒരു പേടിയാണ്, പക്ഷേ ഇന്ന് പെട്ടെന്ന് എടുത്തിടാനൊക്കെ പറ്റിയിട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് എടുക്കാനൊക്കെ വെയിറ്റ് കൊണ്ടൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നും. എനിക്കെന്താണാവോ അങ്ങനെ അധികം തോന്നിയില്ല. ഈ ഭാഗം നന്നായി മൊരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2 ഭാഗം ഞാൻ മറിച്ചിട്ട് മൊരിച്ചെടുക്കുകയാണ്. സൈഡൊക്കെ മൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് മൊരിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശമൊക്കെ എല്ലാ ഭാഗവും മൊരിഞ്ഞൊരു വിധമൊക്കെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിന് മാറ്റി വെക്കാം അല്ലേ. ഇനി നമ്മൾ മിക്സിയുടെ ജാറിൽ ബാക്കി മസാല ഉണ്ടല്ലോ, അപ്പോൾ കൂടുതൽ മസാല ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ചിക്കൻ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ആ മസാല ഈ എണ്ണയിലിട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോഴാണ് നമ്മളെ മസാല ഷവായ ആവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പോൾ എല്ലാ മസാലയും നമുക്ക് വടിച്ചെടുത്തിട്ട് ഇങ്ങനെ ചെയ്യുക, എണ്ണയിലിട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ കുക്കറിലും കുറച്ച് ഇതില്ലേ, നമ്മൾ ഷവായയുടെ ഒരു നീരൊക്കെ ഇറങ്ങിയിട്ട് കുക്കറിലും കുറച്ച് മസാല ഉണ്ട്, അതും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചെടുക്കണം. പിന്നെ എന്താ ഞാൻ കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് വെച്ചിരുന്നു. പിന്നെ ഒരു 2-3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് ആ കുക്കറിലുള്ളതും കൂടി ഒഴിച്ചു കൊടുത്താലാണ് നമ്മളെ മസാല ഫുള്ളായി സെറ്റ് ആവുള്ളൂ കേട്ടോ. നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുക്കറിലുള്ളത് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് അതും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ടില്ലേ ഇങ്ങനത്തെ മസാല ഷവായ കഴിക്കാറ്. അപ്പം നമുക്ക് വീട്ടിലുണ്ടാക്കി എങ്ങനെ ഉണ്ട് നോക്കാമല്ലോ അല്ലേ. അപ്പോൾ അത് അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇതൊന്നും കഴിക്കാൻ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോകേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാ ഭാഗത്തേക്കും നമുക്ക് ആ മസാല പുരട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കി ഇട്ടിട്ട് ചെയ്തെടുക്കണം. കുറച്ച് റിസ്ക് ഉണ്ട്, ചിക്കനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കാനൊക്കെ കുറച്ച് പണി ഉണ്ടല്ലോ. ചിക്കൻ കുറച്ച് വെയിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ നോക്കിയിട്ട് ചെയ്താൽ മതിട്ടാ. ഞാൻ പിന്നെ ചെറിയ ചിക്കൻ, അത്ര വലിയ ചിക്കനൊന്നും അല്ല കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു മീഡിയം സൈസ് ചിക്കനാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ധാരാളമാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഫുള്ളായിട്ട് ഇന്നൊന്നും കഴിക്കില്ല, നാളേക്കും കൂടി ബാലൻസ് ഉണ്ടാവും. അപ്പോൾ ആ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് എല്ലാ മസാലയും അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. പാകം മസാലയിൽ കുളിച്ചൊരു ചിക്കനായല്ലേ കാണുമ്പോൾ. നല്ല പൊറാട്ടയും കൂട്ടി അടിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ എന്നെ അറിയിക്കാനും മറക്കരുതിട്ടാ. പിന്നെ ഒരുപാട് പേരൊക്കെ ഇപ്പം തന്നെ ഓൾറെഡി ട്രൈ ചെയ്തിട്ടുണ്ടാവും. ഇതേ അപ്പോൾ നമ്മൾ ഷവായ സെറ്റ് ആയിട്ടാ. അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ. നല്ല സോഫ്റ്റായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കാൻ പോവാൻ കേട്ടോ. ഇത്തിരി മയോണൈസിലൊന്ന് മുക്കാല്ലേ. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇഷ്ടമാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നാളെ ഒരു പുതിയ വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.